ഹായ്, എൻ്റെ പേര് വിഷ്ണു. സെപ്കോയെ പരിചയപ്പെടുന്നത് തന്നെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ആണ് മെയിൻലി. നമ്മൾ ഈ വീട് വെക്കണം എന്നുള്ളൊരു ഡിസിഷൻ വന്നപ്പം തന്നെ നമ്മളെ കുറേ ബിൽഡേഴ്സിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ പ്രൊഫൈൽസും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ പിക്കിൽ സെപ്കോ വന്നത്. സെപ്കോ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ പ്രൊജക്ട്സും റിവ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ കുറേയൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പം അതിൻ്റെ റെഫറൻസിൽ ആണ് നമുക്ക് ജസ്റ്റ് ഒരു ഇംപ്രസീവായിട്ട് തോന്നി. അപ്പം നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഒരു എൻക്വയറി സെപ്കോയ്ക്ക് അയച്ചു. ക്വിക്കായിട്ട് തന്നെ നമുക്കൊരു റെസ്പോൺസ് വന്നു. സോ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സെബിയായിട്ട് നമ്മൾ സംസാരിച്ചതിൻ്റെ റെഫറൻസിലും നമ്മുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റെഫറൻസിൽ ഓക്കെ നമുക്ക് ഞങ്ങൾ ഓക്കെ എന്നാൽ ജസ്റ്റ് സെപ്കോയ് ത്രൂ തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞങ്ങളൊരു ഡിസൈഡ് ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകാൻ സെപ്കോയെ തന്നെ ഡിസൈഡ് ചെയ്യാൻ വേറെ കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. മെയിൻലി സെപ്കോ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇൻ ദ സെൻസ് കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സ്, ചില വർക്ക്സ് ചെയ്യുന്നതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അഷുറൻസ് കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ എനിക്ക് എന്താ പറയുക കുറച്ച് ഇംപ്രസീവായിട്ട് തോന്നി. ഞാനും എബ്രോഡാണ്, ഞാനും ഈ QA/QC ഫീൽഡുമായിട്ട് ക്ലോസ് റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ റെഫറൻസിൽ അങ്ങനെ ചില സ്റ്റാൻഡേർഡ്സ് അവർ ബാക്കിയുള്ള കോൺട്രാക്ടേഴ്സിനെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് സെപ്കോ നോക്കുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള റെഫറൻസ് ആണ് നമുക്ക് മെയിൻലി സെപ്കോയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള മെയിൻ റീസൺ. സോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സോ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എന്താ പറയുക സൈറ്റ് വിസിറ്റ് ഇനിഷ്യേറ്റ് ചെയ്തു. സൈറ്റ് വിസിറ്റിന് ശേഷമുള്ള ഒരു ഇനിഷ്യൽ പ്ലാൻ കിട്ടി. അതിനുശേഷം അതെല്ലാം നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു പ്ലാനിലേക്ക് പോയി. നമ്മുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ഈ ടൈമിലൊക്കെ മോസ്റ്റ്ലി ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു, നമ്മൾ നോർമലി അബ്രോഡായിരുന്നു. സോ ഒരു എന്താ പറയുക വിതിൻ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അവർ ഒരു ഫസ്റ്റ് ലൈൻ പ്ലാനുമായിട്ട് വന്നിരുന്നു. അപ്പം നമ്മൾ ഒരു സൂം മീറ്റിങ്ങിലൂടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരു കപ്പിൾ ഓഫ് റിവ്യൂസിന് ശേഷം നമ്മൾ ഒരു ഫൈനൽ പ്ലാൻ ലോക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഫൈനൽ പ്ലാൻ ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു മോഡലിങ്ങിലേക്ക് ആണ് നെക്സ്റ്റ് പോയിരുന്നത്. നമ്മുടെ ഒരു കപ്പിൾ ഓഫ് 2-3 കൺസെപ്റ്റ് മോഡലിംഗ് നമ്മൾ പ്ലാനിങ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റെഫറൻസിൽ നമ്മൾ ഫൈനലി ഒരു മോഡലിലേക്ക് വന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ ചെറിയ കപ്പിൾ ഓഫ് ചെറിയ എന്താ പറയുക മൈനർ മോഡിഫിക്കേഷൻസ് അതിൻ്റെ റെഫറൻസിൽ മോഡലും നമ്മൾ ഫൈനലി ലോക്ക് ചെയ്തു. അതായിരുന്നു ഇനിഷ്യൽ ഡിസൈൻ പാർട്ട്. നെക്സ്റ്റ് നമ്മൾ ആഫ്റ്റർ ഡിസൈൻ പാർട്ട് നമ്മളൊരു കപ്പിൾ ഓഫ് കൊമേഴ്ഷ്യൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാം നമ്മൾ ഫൈനലി ഒരു കോൺട്രാക്റ്റിലേക്ക് വന്നു. നമ്മൾ ഫൈനൽ എമൗണ്ട്സ് ലോക്ക് ചെയ്തു. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ നമുക്ക് മെയിൻലി ഒരു കൺസേൺ നമ്മൾ ഇവിടെ അവൈലബിൾ അല്ല. അപ്പം അതിൻ്റെ റെഫറൻസിൽ എങ്ങനെയാണ് ഡെയിലി വർക്ക് സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയാണ് നടക്കുക, നമുക്ക് എങ്ങനെ ഇത് ലൈവായിട്ട് കാണാൻ പറ്റും, അങ്ങനെയുള്ള കൺസേണൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു സെപ്കോ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫീഡ്ബാക്കും അതിൻ്റെ നമുക്ക് കുറേ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. മീൻസ് സൈറ്റിൽ തന്നെ അവരൊരു ലൈവ് ക്യാമറ വിത്ത് റിമോട്ട് ആക്സസ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നിരുന്നു. അതുകൊണ്ട് നമുക്ക് എബ്രോഡിൽ നിന്ന് ഏത് ടൈം വേണമെങ്കിലും നമ്മുടെ സൈറ്റ് കാണുന്നതിനും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നതെന്നുള്ളതിന് നമുക്ക് അത്ര കൺസേൺ ഉണ്ടായിരുന്നു. നമുക്ക് കാണാമായിരുന്നു, ലൈവായിട്ട് കാണാമായിരുന്നു. അതൊരു പോയിന്റാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് വർക്ക്സ് നടക്കുമ്പം ഡെയിലി വർക്ക് ഷെഡ്യൂൾസ് മീറ്റിംഗ്സ് അവർ ഓൺലൈനിൽ തന്നെ അവർ മീറ്റിംഗ്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് നമുക്കൊരു ക്ലയൻറ്റ് ആൻഡ് കോൺട്രാക്ടർ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അപ്ഡേറ്റ്സിനകത്ത് ഇൻക്ലൂഡിങ് ഡെയിലി ആക്ടിവിറ്റീസ്, ഫോട്ടോസ്, നെക്സ്റ്റ് ഡേ സ്കെഡ്യൂൾസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു, മീൻസ് വാട്ട് ഈസ് ഗോയിങ് ടു ബി നെക്സ്റ്റ് എന്നുള്ളൊരു. അങ്ങനെയായിരുന്നു വർക്ക്സ് സ്റ്റാറ്റസ് കീപ്പ് ഓൺ ഡേ ബൈ ഡേയ്സിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരു വർക്ക് ഡിലേസ് ഒന്നും അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. എവറിഥിങ് വിൽ ബി ഫൈൻ. സോ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്ന ടൈമിലായാലും ഈ ഒരു സെയിം ഒരു സ്പീഡ് തന്നെ, ഒരു ആക്സലറേഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ പറഞ്ഞ ടൈം പീരീഡിൽ തന്നെ നമുക്ക് മാക്സിമം ഇതൊരു എന്താ പറയുക കംപ്ലീഷൻ സ്റ്റേജിലേക്ക് എത്തി ഇത് പ്രൊജക്റ്റ് ഒരു അക്കംപ്ലിഷ്മെന്റ് എന്നുള്ളൊരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റി എന്നതാണ് എൻ്റെ ഒരു ഓവറോൾ വ്യൂ. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്
നമുക്കിവിടെ പ്രൊജക്ട് കോർഡിനേഷനായിട്ട് നമുക്ക് ഒരു സൈറ്റിലെ ഒരു സൈറ്റ് എഞ്ചിനീയറോ സൂപ്പർവൈസേഴ്സ് നമ്മളുമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കോൺടാക്റ്റിലുണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ മാനേജർ എന്നുള്ള രീതിയിൽ ഒരാളുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും നമുക്ക് വേറെ കൺസേൺസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈവൻ നമുക്ക് സെബിയായിട്ട് തന്നെ ഡയറക്റ്റ് ഞങ്ങൾക്ക് കോർഡിനേഷൻ ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു നമ്മുടെ നോർമലി ഒരു റിപ്പോർട്ടിംഗ് ഹൈറാർക്കി ആയിട്ട് നമ്മൾ കീപ്പ് ഓൺ പോയിരുന്നത്. പിന്നെ ഒരു കാര്യം മെയിൻലി നമ്മൾ പറയുവാണെങ്കിൽ എല്ലാം പ്രൊജക്ട്സ് കംപ്ലീഷന് ശേഷം കീ ഹാൻഡ് ഓവർ നമുക്കൊരു സെറമണി ആയിട്ട് നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കീ ഹാൻഡ് ഓവർ കഴിഞ്ഞതിന് ശേഷം ആ ടൈമിൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഒരു 85-90% നമ്മുടെ വർക്ക്സ് കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ മെജോറിറ്റി ആയിട്ടുള്ള വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളൊരു കീ ഹാൻഡ് ഓവർ സെറമണിയിലേക്ക് പോകുമായിരുന്നു മോസ്റ്റ്ലി. അതിനുശേഷം കുറച്ച് മൈനർ ചെറിയ സ്നാക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുശേഷം ലിസ്റ്റ് ഔട്ട് ചെയ്തു. അത് അവരൊരു ടീം സെപ്പറേറ്റ് വന്നിട്ട് നമുക്ക് അതെല്ലാം ഓൾറെഡി ക്ലിയർ ചെയ്തിരുന്നു. പിന്നെ മൈനർ ചില കാര്യങ്ങൾ ഒബ്വിയസ്ലി നമ്മളൊരു പ്രോജക്ട് കംപ്ലീഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഫൈനൽ ക്ലയന്റ് റിവ്യൂ വരുമ്പോഴത്തേക്ക് ചില മൈനർ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുമല്ലോ, പോയിന്റ് ഔട്ട് ചെയ്യും. അത് അവരുടെ കറസ്പോണ്ടിങ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലാതെ പെയിന്റിംഗ് ആണെങ്കിൽ പെയിന്റിംഗിൽ അവർ വന്നത് കറക്റ്റ് ജസ്റ്റ് ഒരു സ്നാഗ് എന്നുള്ള രീതിയിൽ ക്ലിയർ ചെയ്തിരുന്നു. സോ അങ്ങനെ ആ പ്രോജക്റ്റ് 100% completed ആയി. So everything will be okay, fine. Thanks for Subco. That's it.